നമ്മളിന്ന് ചെയ്യുന്നത് ഈ ഒരു പാറ്റേണിൽ വരുന്ന ഒരു ഡിസൈനർ കുർത്തിയാണ്. നമ്മുടെ വർക്കിൻ്റെ പാറ്റേൺ ഇതാണ്. അപ്പോൾ ഇനി നിങ്ങൾ തംബ്നെയിലിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ കുർത്തിയാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യമേ യോക്കിൻ്റെ പോർഷൻ നമ്മൾ പിൻഡക്കായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിൻഡക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഓരോ ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ തയ്യൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നെക്ക് മാർക്ക് ചെയ്യാനും വർക്ക് ചെയ്യാനും. അപ്പം ഞാനിവിടെ കാണിക്കുന്നത് നോർമലായിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ പിൻഡക്കിലല്ല ചെയ്യുന്നത്. അപ്പം മാർക്കിങ് വരുമ്പം രണ്ടും ഒരുപോലെ, പക്ഷേ ആദ്യമേ പിൻഡക്കിലാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത ശേഷം മാർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നെക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷോൾഡറിൻ്റെ ഇവിടം വരെ എന്ന് വെച്ചാൽ 13.5 അല്ലെങ്കിൽ 14 ഇഞ്ചസ് ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ എന്നിട്ട് നെക്കിൻ്റെ ഇത് കണ്ടോ, ഈ ഒരു 2 വശത്താണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 2 ബോക്സ് പോലെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ ഈ 2 വശത്തും വരുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, വേസ്റ്റിൻ്റെ ആണെങ്കിലും ഇത് നമ്മൾ ഭംഗി എങ്ങനെ വരുന്നോ ആ ഒരു രീതിയിൽ വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്ത് കാണിക്കുന്നത് ഒരു ബോക്സ് ആയിരിക്കും ചെയ്ത് കാണിക്കുക. അതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം എല്ലാ ബോക്സിലും കേട്ടോ. ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് കളറുള്ള 2 ബീഡ്സ് ആണിത്. പിന്നെ ഇത് വൈറ്റ് ഷുഗർ ബീഡ്സ് ആണ്. വൈറ്റിൻ്റെ ഒരു ഷെയ്ഡുകളാണ് കേട്ടോ എല്ലാം വേണ്ടത്. പിന്നെ ഇതാണെങ്കിൽ സിൽവർ സീക്വൻസ്, ഇല്ലെങ്കിൽ വൈറ്റ് സീക്വൻസ് എടുത്താൽ മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് പേൾസ് ആണ് കേട്ടോ. സൈസ് നമ്പർ 3 ആണ്. ക്ലോത്തിൽ ഞാൻ ആദ്യമേ 1 ഇഞ്ച് വരുന്ന ഒരു ബോക്സ് പോലെ ചെറുതായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് കുറച്ച് റൗണ്ട്സും വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൗണ്ട്സ് വലുതും ചെറുതുമായിട്ടുള്ള റൗണ്ട്സാണ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ ഈ റൗണ്ട്സ് വരയ്ക്കാനായിട്ട് ഈ ഒരു ടൂളാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിൽ ഈ ഒരു സൈസിലുള്ള സർക്കിളാണ് കേട്ടോ വലുത് വരുന്നത്. ചെറുത് വരുമ്പം ഈ ഒരു സർക്കിൾ. അപ്പോൾ നമ്മൾ ആ ഒരു ഭംഗി എങ്ങനെ വരുന്നോ ആ ഒരു രീതിയിൽ വേണം വരച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഫസ്റ്റ് സർക്കിൾ ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ സെക്കൻഡ് വരുന്നത് റൈറ്റ് സൈഡിലേക്ക്. കണ്ട ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട്. ആദ്യം ഞാൻ ഈ വലിയ റൗണ്ടിലാണ് ഫ്ലവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നീഡിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 കട്ട് ബീഡ്സ് എടുത്തേക്കുവാണ്. വൈറ്റ് കളറുള്ള കട്ട് ബീഡ്സ് ആണ്. അത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് വെക്കുകയാണ്. അപ്പോൾ ചെരിച്ച് വെച്ച് താഴേക്ക് നീഡിലെടുത്തു. ഇനി നമ്മൾ ഇത് കണ്ട നീഡിൽ ഈ ഒരു പോർഷനിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും 2 കട്ട് ബീഡും കൂടെ എടുത്ത് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഒരു പെറ്റലാകും. അപ്പോൾ അങ്ങനത്തെ ഒരു 5 പെറ്റൽ ചെയ്യാൻ പറ്റുമെങ്കിൽ 5 പെറ്റൽ ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന റൗണ്ട് കുറച്ച് ചെറുതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 4 പെറ്റലേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ വലിയ റൗണ്ട് വരയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നീഡിൽ നടുക്ക് നിന്നാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നടുക്ക് നിന്ന് എടുക്കുക. എന്നിട്ട് 2 കട്ട് ബീഡ് ഒരു സീക്വൻസ് നമുക്ക് നീഡിലേക്ക് ഇതേപോലെ ഒന്നിച്ച് കോർത്തെടുക്കാം. എന്നിട്ട് ഇത് കണ്ടോ, ഈ ഒരു രീതിയിലേക്ക് ഈ റൗണ്ടിൻ്റെ ടിപ്പിലേക്ക് നമ്മൾ നീഡിൽ വെച്ച് കഴിയുമ്പം ആ സീക്വൻസ് ഇത് കണ്ടോ ഈ ഒരു രീതിയിലാകും. ഇങ്ങനെ വേണം നമ്മൾ ഈ റൗണ്ടിന് ചുറ്റുമായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്.
ഇനി ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒരു പേൾ ബീഡും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഫ്ലവർ ഒരു ചെറിയ ഫ്ലവറാണ്. അപ്പോൾ ഞാനിവിടെ സെൻറ്ററിൽ ഒരു പേൾ ബീഡാണ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ ബീഡിൻ്റെ തൊട്ടടുത്ത് നിന്ന് നീഡിൽ ഇതുപോലെ ഒന്ന് എടുക്കുകയാണ്. എന്നിട്ടൊരു 8 ഷുഗർ ബീഡ് നമുക്ക് നീഡിലേക്ക് ഒന്നിച്ച് എടുക്കാം. ഇനി അതൊന്ന് വളച്ചെടുത്തിട്ട് ഈ ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിലൊന്ന് കടത്തിയെടുക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതുപോലെ വളഞ്ഞു വരും. ഇനി നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ലോക്ക് സ്റ്റിച്ചും കൂടെ ചെയ്ത് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മളൊരു ചെറിയ ഫ്ലവറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയും നടുക്ക് നമുക്ക് ഒരു പേൾ ബീഡ് ആദ്യമേ ഇതുപോലെ പ്ലേസ് ചെയ്യാം. അതിനുശേഷം സീക്വൻസ് ആണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നീഡിൽ ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഓരോരോ സീക്വൻസ് നമുക്ക് ആ പേളിന് ചുറ്റുമായിട്ട് വെച്ച് കൊടുക്കാം. ഈ വർക്കിൽ 2 വലിയ ഫ്ലവറും 2 ചെറിയ ഫ്ലവറുമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ 2 ഫ്ലവറാണ് നമ്മൾ ഇവിടെ താഴെയും ഇവിടെയായിട്ട് ചെയ്ത് ഒഴിക്കുന്നത്. അതേപോലെ ഈ 2 ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അതും നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു ബോക്സ് ചെയ്തേക്കുന്നത്. ഇതേപോലെ തന്നെ വേണം നമ്മൾ ബാക്കിയുള്ള ബോക്സസും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.